ചില സ്വപ്നങ്ങളെല്ലാം അങ്ങ് വിളിച്ചു പറയണം. അവനവനോട് തന്നെ ആവർത്തിച്ചിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. സ്വപ്നം സഫലമാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ആഞ്ഞാഞ്ഞങ്ങ് പ്രവർത്തിക്കണം. അവസാനം അതങ്ങ് നടന്നു കഴിയുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. ആഗ്രഹിക്കുക, സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക, വിടാതെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ഒടുവിൽ അതങ്ങ് സഫലമാകുന്നത് കാണുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. ജെയിംസ് അലന്റെ ഒരു പുസ്തകമുണ്ട്, ആസ് ദി മാൻ തിങ്കത്സ്. ആ പുസ്തകം പറയുന്നതും ഇതേ കാര്യമാണ്. ഒരു മനുഷ്യൻ എന്ത് നിരൂപിക്കുന്നുവോ അത് ആയിത്തീരുന്നു. മനുഷ്യ മനസ്സിനെ ഒരു തോട്ടമായിട്ട് അലൻ വിശദീകരിക്കുന്നുണ്ട്. ഒന്നുകിൽ അത് മുഴുവൻ കാട് പിടിച്ചു കിടക്കാം, അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് വിത്ത് പാകി നന്നായിട്ട് കൃഷി ചെയ്യാം. ആ മനസ്സിന്റെ ഉടമയാണ് അതിന്റെ തോട്ടക്കാരൻ. ഒരു കൃഷിക്കാരൻ തന്റെ തോട്ടത്തില് നല്ല സൗന്ദര്യവും സൗരഭ്യമുള്ള പൂക്കളും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ വളർത്തിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം സഫലമാവും. അതിനകത്ത് അതിക്രമിച്ച് കയറി വളരുന്ന കളകളെ തീർച്ചയായിട്ടും പറിച്ച് ഒഴിവാക്കുക എന്നതും ഈ തോട്ടക്കാരന്റെ ഉത്തരവാദിത്തമാണ്. ഇത്രയുള്ള കാര്യം. നല്ല ചിന്തകൾ നല്ല ഫലം തരുന്നു, മോശം ചിന്തകൾ മോശം ഫലം തരുന്നു. നല്ല മനസ്സുകളിൽ നല്ല സ്വപ്നങ്ങളും നല്ല ലക്ഷ്യങ്ങളും ഉണ്ടാവും. അവ ആത്മാർത്ഥമാണെങ്കിൽ, അവ അത്രമാത്രം തീവ്രമാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും.